കാലം ലേണിംഗ് ഓണ പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. മാത്സ് കഴിഞ്ഞു, ഇനി സോഷ്യൽ ബയോളജി തല പെരുക്കുന്നുണ്ടെങ്കിൽ ടെൻഷൻ ആവേണ്ട, നിങ്ങളെ രക്ഷിക്കാനാണ് മിസ് വന്നിട്ടുള്ളത്. ബയോളജിയിൽ ഇപ്രാവശ്യം നമുക്ക് 36 മുതൽ 40, അതായത് 40 തന്നെ എന്ന് പറയാം, A+ മേടിക്കാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഒറ്റ വീഡിയോയിൽ മിസ് തന്നിട്ടുള്ളത്. സോ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണണം. ആൻഡ് ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം വേഗം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനും മറക്കണ്ട. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തേത് നിങ്ങൾ നോക്കിക്കേ, ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നത് ഒന്നെങ്കിൽ ആദ്യത്തേത് 1 മാർക്കിന്റെ ചോദ്യമാണ്, അത് 4 or 5 ഒക്കെ ആവാം. 1 മാർക്കിന്റെ ചോദ്യത്തിൽ നോക്കുക, plants glucose formed as a result of photosynthesis is stored as starch. അതായത് പ്രകാശ സംശ്ലേഷണം നടത്തി കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ആയിട്ടല്ല, അന്നജമായിട്ടാണ് പ്ലാന്റ്സ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. അതിന്റെ റീസൺ എന്താണെന്നാണ് ചോദ്യം. എന്താണെന്ന് നമുക്കറിയാം. ഗ്ലൂക്കോസ് പെട്ടെന്ന് എന്ത് ചെയ്യും, വെള്ളത്തിൽ ലയിച്ചു പോകും. അതുകൊണ്ട് ഗ്ലൂക്കോസ് ജലത്തിൽ ലയിക്കുന്നു, അന്നജം ജലത്തിൽ ലയിക്കുന്നില്ല. അതുകൊണ്ടാണ് അന്നജമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ലയിച്ചു പോയാൽ പിന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമോ? ഇല്ല. അതാണെന്ന് പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് നോക്കുക. സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദ സ്പ്ലീൻ, ബോൺ മാരോ ആൻഡ് തൈമസ് ഗ്ലാൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ഡാഷ് സിസ്റ്റം. സ്പ്ലീന്, അസ്ഥിമജ്ജ, തൈമസ് ഗ്രന്ഥി എന്നിവ ഉൾപ്പെട്ടിരിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആൻസർ ആണ് കേട്ടോ. നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. ഇത് നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ട് വരും. അതുകൊണ്ട് ആലോചിച്ച് കണ്ടുപിടിച്ചിട്ട് ഇതിന് ആൻസർ കമന്റ് ചെയ്യണം. എല്ലാവരും കമന്റ് ചെയ്തിട്ട് മിസ് നോക്കിയിട്ട് ആൻസർ എന്ത് ചെയ്യും, ലൈവിലെ മാരത്തോണിൽ പറഞ്ഞു തരും. സോ ഇന്ന് 5 മണിക്കാണ് നമ്മുടെ മാരത്തോൺ. എല്ലാവരും മാരത്തോണിൽ വരുമ്പോൾ ഇതിന്റെ ആൻസർ മിസ് പറഞ്ഞു തരാം. അടുത്ത ചോദ്യം, കംപ്ലീറ്റ് E and B appropriately in the given flow chart showing formation of vitamin from glucose. അതായത് സസ്യങ്ങളിൽ ഗ്ലൂക്കോസിൽ നിന്ന് വിറ്റാമിനുകൾ രൂപപ്പെടുന്നുണ്ട്. അപ്പൊ ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള ഫ്ലോ ചാർട്ടിലെ A, B എന്നിവ ഉചിതമായിട്ട് പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ് ആക്കണം നമ്മൾ. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് കണ്ടോ, ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് നേരെ എന്തായിട്ടാണ് മാറുന്നത്, നേരെ നമ്മുടെ സ്റ്റാർച്ച് ആയിട്ടാ മാറുക, അന്നജമായിട്ട് മാറുന്നു. ഈ സ്റ്റാർച്ച് പിന്നെ എന്തായിട്ട് മാറും, സൂക്രോസ് ആയിട്ട് മാറും. എന്തായിട്ടാ മാറുക, സൂക്രോസ് ആയിട്ട് മാറും. അതിനുശേഷമാണ് വിറ്റാമിൻ ആയിട്ട് മാറുക. സോ സ്റ്റാർച്ച് ആവുന്നു, സൂക്രോസ് ആവുന്നു, എന്നിട്ടാണ് വിറ്റാമിനുകളായിട്ട് മാറുന്നത്. ചോദ്യം നന്നായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. അടുത്ത 1 മാർക്കിന്റെ ചോദ്യം നോക്കിക്കേ, അനലൈസ് ദ ഇൻഡിക്കേറ്റേഴ്സ് ഗിവൺ ഇൻ ദ ബോക്സ് ആൻഡ് ഐഡന്റിഫൈ ദ പാർട്ട്. ബോക്സിൽ നൽകിയിരിക്കുന്ന സൂചനകൾ വിശകലനം ചെയ്ത ഭാഗം ഏതെന്ന് തിരിച്ചറിയുക. ലൊക്കേറ്റഡ് ഇൻ ദ വാൾ ഓഫ് റൈറ്റ് ഏട്രിയം. റൈറ്റ് ഏട്രിയത്തിലാണ്, റൈറ്റ് ഏട്രിയത്തിന്റെ ഭിത്തിയിലാണ് ഉള്ളത്. പ്രൊഡ്യൂസ് ഇലക്ട്രിക്കൽ ഇമ്പൾസ് നെസസറി ഫോർ കോൺട്രാക്ഷൻ ഓഫ് ഹാർട്ട് ചാമ്പർ. എടാ, ഹൃദയം ഇടിക്കാൻ സഹായിക്കുന്ന ഇലക്ട്രിക് സിഗ്നൽ ഉണ്ടാക്കുന്ന ആൾ അതാരാ നമുക്കറിയാം അല്ലെ. യെസ്, നമ്മൾ പഠിക്കുന്നതാണ് നമ്മുടെ പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട്, SA നോഡ്, സൈനോ ഏട്രിയൽ നോഡ് എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ റൈറ്റ് ഏട്രിയം, വലത് ഏട്രിയത്തിന്റെ വാളിലായിട്ട് ടോപ്പ് എൻഡിലാണ് നമ്മൾ കാണുക. പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്ന് ചോദിച്ചാലും നിങ്ങൾ SA നോഡ് എന്ന് വേണം പറയാനായിട്ട്. ഫൈൻഡ് ഔട്ട് ഫ്രം ഫംഗ്ഷൻ ഓഫ് ലിവർ ഫ്രം ദ ഫോളോയിങ്. ചുവടെ നൽകിയിട്ട് ഇവയിൽ നിന്ന് കരളിന്റെ പ്രവർത്തനം കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞത്. ലിവർ എന്താ ചെയ്യുന്നതെന്നാണ് ചോദ്യം. ലിവർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അല്ലെ ലിവർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഉള്ളത്, നിങ്ങൾ നോക്കിക്കേ. മെക്കാനിക്കൽ ഡൈജഷൻ ഓഫ് ഫുഡ്, ഡൈജസ്റ്റ് ഫുഡ് വിത്ത് ഹെൽപ്പ് ഓഫ് എൻസൈം. എൻസൈം ഉപയോഗിച്ച് ദഹിപ്പിക്കുന്നു. അബ്സോർപ്ഷൻ ന്യൂട്രിയൻ ടേക്സ് പ്ലേസ്, ബ്രേക്ക് ഫാറ്റ് ഇൻടു സ്മോൾ പാർട്ടിക്കൽ. ഈസി ക്വസ്റ്റ്യൻ അല്ലേ. ഇത് വളരെ ഈസി ആയി പോയി. നമ്മുടെ കൊഴുപ്പിനെ ചെറു കണികകളാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പറയുന്ന ലിവർ, നമ്മുടെ കരളിന്റെ ഫംഗ്ഷൻ എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തത്, റൈറ്റ് ഡൗൺ ദ ഫംഗ്ഷൻ ഓഫ് ഗിവൻ പാർട്ട് ഇൻ ദ പ്രോസസ് ഓഫ് സ്വാലോയിങ്. 2 മാർക്കിന്റെ ചോദ്യമാണ്. ഇതിലിടയ്ക്ക് ഓർ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ നോക്കിക്കേ, വിഴുങ്ങൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ള ഭാഗങ്ങളുടെ ധർമ്മം എഴുതുക. എപ്പിഗ്ലോട്ടിസും യൂബിലിയും മിസ് പറഞ്ഞിരുന്നല്ലേ. ഈ എപ്പിഗ്ലോട്ടിസ് യൂബിലിയും എന്ന് ചോദ്യം വരാൻ ഓണപരീക്ഷയ്ക്ക് വളരെയധികം സാധ്യതയുള്ളതാണ്. സോ മിസ് ഇവിടെ ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്ത് തരാം. ഇത് എന്തായാലും നോക്കിയിട്ട് പൊക്കോ. എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, പ്രിവെന്റ് ദ എൻട്രി ഓഫ് ഫുഡ് ഇൻടു ട്രക്കിയ. അതായത് ഭക്ഷണം അന്നനാളത്തിലേക്ക്, ട്രക്കിയയിലേക്ക് വീണ് പോവാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു ഫ്ലാപ്പ് ആയിട്ട് നിൽക്കുന്ന ആളാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ശ്വാസനാളത്തിലേക്ക് കടക്കാതെ സംരക്ഷിക്കുന്നു. ഉവൽ എന്ന് പറയുന്നതോ നീസൽ കാവിറ്റി, ഭക്ഷണം കഴിക്കുമ്പോൾ അത് മൂക്കി പോവാതിരിക്കാൻ വേണ്ടി നാസാഗ്രഹത്തിലേക്ക് കടക്കുന്നത് തടയാനാണ് ഉവ്വിള എന്ന് പറയുന്നത്. സോ നാസാഗ്രഹത്തിലേക്ക് പോകുന്ന തടയാൻ ഉവ്വിള, ശ്വാസനാളത്തിലേക്ക് പോകാൻ തടയാനാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പഠിക്കാം. അടുത്തൊരു ഓർ ക്വസ്റ്റ്യൻ ആണ്, എക്സാമിൻ ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ് എന്താ, പ്ലാന്റ് സ്റ്റോർ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ഡ്യൂറിംഗ് ഫോട്ടോസിന്തസിസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച്. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസിനെ സസ്യങ്ങൾ അന്നജമാക്കിയിട്ടാണ് സംരക്ഷിക്കുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് അന്നജമാക്കി സ്റ്റോർ ചെയ്യുന്നത്, ഇൻ വാട്ട് ഫോം സ്റ്റാർച്ച് സ്റ്റോർഡ് ഇൻ ഫ്രൂട്ട് ആൻഡ് ലെഗ്യുമിനസ് പ്ലാന്റ്. പഴങ്ങളിലും നമ്മുടെ ധാന്യങ്ങളിലും ഇവരെങ്ങനെയാ സ്റ്റോർ ചെയ്യുന്നത്. ഒന്നാമത്തെ നമുക്കറിയാം എന്താണ്, വാട്ടറിൽ സൊല്യൂബിൾ ആവുന്നത് കൊണ്ടാണ്, ഗ്ലൂക്കോസ് പെട്ടെന്ന് ലയിച്ചു പോകുന്നതുകൊണ്ട് അതിനെ അന്നജമാക്കി മാറ്റുന്നു. ആൻഡ് പഴവർഗ്ഗങ്ങളിൽ നമ്മൾ ഫ്രക്ടോസ് ആയിട്ടും ധാന്യങ്ങളിൽ നമ്മൾ പ്രോട്ടീൻ ആയിട്ട്, പയറുവർഗ്ഗങ്ങളിൽ നമ്മൾ എന്താണ്, പ്രോട്ടീൻ ആയിട്ടാണ് കൺസേർവ് ചെയ്യുന്നത് അല്ലെ. ലെഗ്യുമിനസ് പ്ലാന്റ്സിൽ പ്രോട്ടീൻ ആയിട്ടാണ്. മറന്നു പോകണ്ട കേട്ടോ.
അടുത്തത് സ്ഥിരമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്, നോക്കിക്കേ. ദ ഡയഗ്രാംസ് ഓഫ് റിയോ ലീഫ് സെൽസ് വിച്ച് ആർ പ്ലേസ്ഡ് ഇൻ കോൺസെൻട്രേറ്റഡ് സോഡ് സൊല്യൂഷൻ പ്യുവർ വാട്ടർ ആർ ഗിവൻ ബിലോ, ഒബ്സർവ് ദം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. കണ്ടോ, ഗാഢ ഉപ്പുലായനിയിലും ശുദ്ധജലത്തിലും ഇട്ട റിയോ ഇലയിലെ കോശങ്ങളുടെ ചിത്രങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. അവ നിരീക്ഷിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കിക്കേ, ഇതിലെ എ ആൻഡ് ബിയില് which solution are the cells A and B placed, give reason for the change. അപ്പൊ ഉപ്പുലായനിലും ശുദ്ധജലത്തിലുമാണ്. എ എന്ന് പറയുന്നത് എന്താണ്, ശുദ്ധജലമാണെന്ന് അറിയാം. ബി എന്ന് പറയുന്നത് സോൾട്ട് വാട്ടർ ആണ്, കോൺസെൻട്രേറ്റഡ് സോൾട്ട് സൊല്യൂഷൻ ആണ്, ഉപ്പുലായനിയാണെന്ന് ആർക്കറിയാം. അടുത്തത് ഗിവ് റീസൺ ആണ്. എന്താ ഇവിടെ ചേഞ്ച് വരാനുള്ള കാര്യം? എടാ ഓസ്മോസിസ്. എടാ ഈ ചിത്രം കണ്ട കണ്ണ് പൂട്ടി എഴുതിക്കോണം. കണ്ണ് പൂട്ടി എഴുതണ്ട, കണ്ണ് പൂട്ടി എഴുതിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോയാലോ. ഓസ്മോസിസ് ആണ് അല്ലെ. ലോവർ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ആണ് സോൾട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇലയിലോ കൂടുതൽ വാട്ടർ ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇലയിലുള്ള ജല തന്മാത്രകളോ വാട്ടർ മോളിക്യൂൾസും കൂടെ എങ്ങോട്ടേക്ക് വരും? സോൾട്ട് സൊല്യൂഷനിലേക്ക് വരും ത്രൂ സെമി പെർമിയബിൾ മെമ്പറൈൻ. പ്ലാന്റിന്റെ സെല്ല് ഉള്ളത് സെമി പെർമിയബിൾ മെമ്പറൈൻ ആണ്, സെൽ മെമ്പറൈൻ. സോ ഗ്രാജുവലി ഡിക്രീസ് വാട്ടർ ഇൻസൈഡ് സെൽ. അതുകൊണ്ട് തന്നെ ഇലയിലുള്ള ജലത്തിന്റെ അംശം കുറഞ്ഞു. എന്ത് ചെയ്യും? കോസിംഗ് ദ പ്രോട്ടോപ്ലാസ്റ്റ് ഷ്രങ്ക്. അതുകൊണ്ട് പ്രോട്ടോപ്ലാസം എന്ത് ചെയ്യും? ഷ്രങ്ക് ചെയ്യും, ചുരുങ്ങി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നടക്കുന്നത് ഓസ്മോസിസ് ആണ്. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ, ആൻസർ ദ ക്വസ്റ്റ്യൻ. ചിത്രം നല്ലോണം നോക്കണം, ചാടിക്കേറി പെരിസ്റ്റാൾസിസ് ഒന്നും എഴുതി കളയരുത്. സോ ഐഡന്റിഫൈ ദ ഡൈജസ്റ്റീവ് പ്രോസസ് ഗിവൺ ഇൻ ദ ഇല്ലസ്ട്രേഷൻ. Which part does this process take place? എവിടെ നടക്കുന്നു? How does this process enable mechanical digestion? ഇത് കാണുമ്പോൾ മനസ്സിലാക്കണം, സെഗ്മെന്റേഷൻ ആണ്. സ്മോൾ ഇൻഡസ്റ്റൈൻ ചെറുകുടലിലാണ് നടക്കുന്നത്. പെരിസ്റ്റാൾസിസ് നമുക്കറിയാം ചെറുകുടലിൽ നടക്കുന്നതാണ്. ആൻഡ് ഇവർ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ഫെസിലിറ്റേറ്റ് ദ മൂവ്മെന്റ് ഓഫ് ഫുഡ് ആൻഡ് മിക്സ് വിത്ത് ദ ഡൈജസ്റ്റീവ് ജ്യൂസസ്. ദഹനരസങ്ങളുമായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് വേണം ഇവർക്ക് ദഹിപ്പിക്കാൻ. അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സെഗ്മെന്റേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ആഹാരത്തെ ചെറു കണികകളാക്കി ദഹനരസവുമായി കലർത്താൻ സഹായിക്കുന്നതാണ് എന്ത്? സെഗ്മെന്റേഷൻ. സെഗ്മെന്റേഷൻ മറന്നു പോകല്ലേ കേട്ടോ. അടുത്തത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ബയോമോളിക്യൂളിന് ചോദ്യം വരും, ഇല്ലസ്ട്രേഷൻ വന്നിട്ട് ചോദ്യം വരുമെന്ന്. ഇതാണ് ചോദ്യം. കംപ്ലീറ്റ് ദി ഇല്ലസ്ട്രേഷൻ ഇസ് ഷോൺ ഇൻ ദ മോഡൽ യൂസിംഗ് ബയോമോളിക്യൂൾ. DNA, എൻസൈം, സൂക്രോസ്, RNA, സ്റ്റാർച്ച്, ആന്റിബോഡി, ഓയിൽ. ഇതുപോലെയാണ് തന്നിട്ടുള്ളത്. അപ്പൊ DNAയും എൻസൈമും സൂക്രോസ് RNA ഒക്കെ തന്നിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റിന് എക്സാമ്പിൾ ഏതൊക്കെയാ? സൂക്രോസ് കാർബോഹൈഡ്രേറ്റ് ആണ്, സ്റ്റാർച്ച് കാർബോഹൈഡ്രേറ്റ് ആണ്. സോ 1 നമുക്ക് കിട്ടി, 2 നമുക്ക് കിട്ടി. ആൻഡ് പ്രോട്ടീന് 3, 4 എഴുതണം. പ്രോട്ടീനിൽ മൂന്നാമത്തേത് ആന്റിബോഡി, നാലാമത്തേത് നമുക്ക് എഴുതാം എൻസൈം അല്ലെ. എൻസൈം എഴുതാം. സോ സ്റ്റാർച്ച്, സൂക്രോസ്, ആന്റിബോഡി, എൻസൈം. ഇത് 4 കറക്റ്റ് ആയിട്ട് എഴുതിയാൽ 2 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. അടുത്ത ചോദ്യം നോക്കിക്കേ. സർട്ടൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബ്ലഡ് വെസൽസ് ആർ ഗിവൻ, അനലൈസ് ദം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. രക്തക്കുഴലുള്ള ചില പ്രത്യേകതകൾ തന്നിരിക്കുന്നു, അവ വിശകലനം ചെയ്ത് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. തിക് ഇലാസ്റ്റിക് വോൾ തന്നിട്ടുണ്ട്, കട്ടി കൂടിയ ഇലാസ്റ്റിക് ഭിത്തി. വാൾ ഫോംഡ് ഓഫ് സിംഗിൾ ലെയർ, ഒറ്റ നിര കോശങ്ങൾ. തിൻ വോൾവ് ആണ്, പക്ഷെ വാൽവുകൾ ഉണ്ട്. ഇനി ഇതിൽ 1, 2 വാൽവുകൾ അല്ലെങ്കിൽ ബ്ലഡ് വെസൽ ഏതാണെന്ന് എഴുതണം. വാട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് വാൽവ്, എന്തിനു വേണ്ടിയിട്ടാണ് വാൽവ് എന്നും എഴുതണം. അപ്പൊ ഇതിൽ 1 എന്ന് പറയുന്നത് തിക്ക് ആൻഡ് ഇലാസ്റ്റിക് വോൾ, കട്ടി കൂടിയ വോൾ ഉള്ളത് ആർക്കാണ്? നമ്മുടെ ആർട്ടറി അല്ലെ, ധമനിക്കാണ്. ആൻഡ് സിംഗിൾ ലെയർ ഓഫ് സെൽ ഉള്ളത് നമ്മുടെ കാപ്പിലറി ലോമികയ്ക്കുമാണ്. ആൻഡ് ഇവിടെ ചോദിക്കുന്നുണ്ട് ഫംഗ്ഷൻ ഓഫ് വാൽവ് എന്തിനാണ്? ബാക്ക് ഫ്ലോ തടയാനാണ് അല്ലെ. രക്തത്തിന്റെ ഹൃദയത്തിലേക്ക് മാത്രമേ ഒഴുകാൻ പാടുള്ളൂ, തിരിച്ചൊഴുക്ക് തടയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വെയിൻസിൽ അല്ലെങ്കിൽ നമ്മുടെ സിരകളിൽ വാൽവുകൾ ഉള്ളത് കേട്ടോ. ചൂസ് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ ആപ്ലിക്കബിൾ ഓൺലി ടു ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഫ്രം ദ ഗിവൺ ഓപ്ഷൻ. നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ നിന്നും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനുമായി ബന്ധപ്പെട്ടത് മാത്രം തിരഞ്ഞെടുക്കാനാണ്. ടേക്സ് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എനർജി ആണോ? അല്ല. ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസ് ടേക്സ് പ്ലേസ് ഫ്രം ദ റീജിയൻ ഓഫ് ഹയർ ടു റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. ശരിയല്ലേ? കൂടിയ ഗാഢതയും കുറഞ്ഞ ഗാഢതയിലേക്കാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. Transport of water molecule through plasma membrane takes place. This process takes place with the help of either channel or carrier protein. ഇത് വേണ്ട ആൻഡ് ഇതാണ് 2 പോയിന്റ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. പ്രോസസ്സിന് എയ്തർ ചാനൽ അല്ലെങ്കിൽ കെരിയർ പ്രോട്ടീൻ വേണം. ഹയർ ടു കൂടിയ ഗാഢതയിൽ നിന്നും കുറഞ്ഞ ഗാഢതയിലേക്കാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടക്കുന്നത്. റെഡി? ഇനി ഒരു ടേബിൾ തന്നിട്ടുണ്ട് ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്റ്റൊമക്കിലുള്ള മെക്കാനിക്കൽ ഡൈജഷൻ ഏതാണെന്ന് എഴുതണം, മൗത്തിലുള്ള കെമിക്കൽ ഡൈജഷനും എഴുതണം. അപ്പൊ മെക്കാനിക്കൽ ഡൈജഷൻ സ്റ്റൊമക്കിൽ നടക്കുന്ന എന്താണ്? യെസ്, പെരിസ്റ്റാൾസിസ്. സ്റ്റൊമക്കിലുള്ള സർക്കുലാർ മസിൽസ് ഉണ്ട് അല്ലെ, വലയ പേശികൾ എന്ന് നമ്മൾ പറയും. ആ വലയ പേശികൾ അല്ലെങ്കിൽ സർക്കുലാർ മസിൽസ് എന്ത് ചെയ്യുന്നുണ്ട്? പെരിസ്റ്റാൾസിസ് ചെയ്തിട്ട് ഫുഡിനെ പേസ്റ്റ് രൂപത്തിലാക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ മൗത്തിലുള്ളതോ
നമ്മളെ സലൈവറി അമിലേസ് നമ്മൾ പഠിക്കുന്നതാണ്. സലൈവറി അമിലേസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? സിമ്പിൾ ഫോം ഓഫ് ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നുണ്ട് അല്ലെ. ഉമിനീരിലുള്ള സലൈവറി അമിലേസ് സഹായത്തോടെ അന്നജത്തിന്റെ ദഹനം ആരംഭിക്കുന്നത് വായിൽ വെച്ചിട്ടാണ്. ഇത് എഴുതിയാൽ കിട്ടി 2 മാർക്ക്. All life signs are manifested by many constructive, destructive processes taking place inside the cell. Explain this statement with the help of example. കോശങ്ങളിൽ നടക്കുന്ന നിരവധി നിർമ്മാണ വിഘടന പ്രവർത്തനങ്ങളിലൂടെയാണ് ജീവലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. ഉദാഹരണ സഹായത്താൽ ഈ പ്രസ്താവന വിശദീകരിക്കുക. കാണുമ്പോൾ നമുക്ക് തോന്നി എന്റെ അമ്മ ഇത് എന്താ ഇത് എന്ന്. മലയാളമല്ലേ അല്ലെങ്കിൽ ഇംഗ്ലീഷ് തന്നെ അല്ലേ എന്ന് വിചാരിക്കും. ചോദ്യം ഒന്നുകൂടെ വായിച്ചു നോക്കുക. All life signs are manifested by constructive and destructive process. നമ്മുടെ ശരീരത്തില് എന്തൊക്കെയോ നിർമ്മാണ പ്രോസസ്സുകളും വിഘടന പ്രക്രിയകളും നടക്കുന്നുണ്ട് അത്രേ. അത് ഉദാഹരണ സഹിതം എഴുതാനാണ്. കിട്ടിയ കൺസ്ട്രക്ഷൻ എന്താ? അനബോളിസം. ഡിസ്ട്രക്ഷൻ എന്താ? കാറ്റബോളിസം. കിട്ടിക്കാണുമല്ലോ. അപ്പം മൊത്തത്തിലുള്ള പ്രോസസ്സിനെ നമ്മൾ പറയുന്നത് മെറ്റാബോളിസം എന്നാണ്. നിർമ്മാണ പ്രക്രിയ എന്താണ്? അനബോളിസം ആണ്. അതിനൊരു എക്സാമ്പിൾ ആണ് പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ്. ബ്രേക്ക് ഡൗൺ ആണ് പ്രോട്ടീൻ വിഘടനം, അമിനോ ആസിഡ് ആയിട്ട് മാറുന്നത് എന്താണ്? അല്ലെങ്കിൽ ഡൈജഷൻ, ദഹനം എന്ന് പറയുന്നത് എന്താണ്? കാറ്റബോളിസം ആണ്. ഡിസ്ട്രക്ഷൻ വിഘടന പ്രക്രിയയാണ്. സോ ചോദ്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ടേമും അതിനോട് റിലേറ്റ് ചെയ്ത് ആൻസർ ചെയ്താൻ ശ്രമിക്കുക കേട്ടോ. Analyze the given illustration related to absorption of nutrients in the small intestine. ചെറുകുടലിൽ നിന്നും പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള ചിത്രീകരണം വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലിവർ, ലിവറിന്ന് വീണക്കവ, ഹാർട്ട്. നമ്മൾ ഡയഗ്രാം പഠിച്ചപ്പോൾ മിസ് പറഞ്ഞായിരുന്നു എന്താ ശ്രദ്ധിക്കേണ്ടത്? ഈ റൂട്ട് മാപ്പാണ്. വെസലാണ് നമ്മൾ എഴുതേണ്ടത്. ചെറുകുടലിൽ നിന്നും ഫാറ്റി ആസിഡ് ഗ്ലിസറിനെ ലിവറിലേക്ക് എത്തിക്കുന്നത് ആരാ? പോർട്ടൽ വെയിൻ ആണ്. ആരാടാ? പോർട്ടൽ വെയിൻ ആണ്. ആൻഡ് ലിവർ ഡീടോക്സിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഹാർട്ടിലേക്ക്, വീനക്കാവയിലേക്ക് എത്തിക്കുന്ന ഒരു വെയിനും കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന്റെ പേരാണെന്ത്? ഹെപ്പാറ്റിക് വെയിൻ എന്ന് പറയും. എന്താണ്? ഹെപ്പാറ്റിക് വെയിൻ എന്നാണ് പറയുക. ആൻഡ് ഇവിടെ നോക്കുക, സം ഓഫ് ദ ന്യൂട്രിയൻ അബ്സോർബ്ഡ് ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ റീച്ച് ഹാർട്ട് നോട്ട് ത്രൂ സെയിം പാത്വേ ആസ് ഷോൺ. ശരിയല്ലേ? എല്ലാം ഇതിലൂടെയാണോ? അല്ല. അത് ഇവിടെ നമുക്കറിയാം. ന്യൂട്രിയൻസ് ഫാറ്റി ആസിഡ് ഗ്ലിസറോഡാണ് ലാക്ടിയൽ, വില്ലസിന്റെ ലാക്ടിയൽ വഴി വരുന്നത്. അല്ലാത്തത് എങ്ങനെയാണ്? നമ്മുടെ നോർമൽ ബ്ലഡ് കാപ്പിലറീസ് വഴിയാണ് പോകുന്നത്. ഇവിടെ പോകുന്നത് ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ വഴിയാണ്. ലാക്ടിയലിൽ നിന്ന് ലിംഫ് വെസൽ കണക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. ലിംഫ് വെസലിലൂടെയാണ് ഹൃദയത്തിലേക്ക് എത്തുന്നത് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കണേ. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ. ടീത്തിന്റെ ഡയഗ്രാം മറക്കണ്ട, റീഡ്രോ ചെയ്യണം. എക്സ് വൈ എഴുതണം. സെഡിന്റെ ഫംഗ്ഷൻ ഇതാണ് ചോദിച്ചത്. ഓർത്തു വെച്ചോ. ഈ ഒരു ഭാഗം എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡെൻറ്റൈൻ ആണ്. വൈ എന്ന് പറയുന്നത് കണ്ടോ ബ്ലഡ് വെസലൊക്കെ കാണുന്ന ഭാഗം. ബ്ലഡ് വെസൽ കാണുമ്പോൾ അപ്പം എഴുതിക്കോളൂ, അത് പൾപ്പ് ക്യാവിറ്റി ആണ്. പിന്നെ ഈ വെള്ള ഭാഗം നിങ്ങൾക്ക് അറിയാലോ, അത് നമ്മുടെ ഇനാമൽ. അത് ചോദിക്കുന്നില്ല, മിസ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ആൻഡ് സെഡിന്റെ ഫംഗ്ഷൻ എഴുതണം. സെഡ് എന്ന് പറയുന്നത് ഏതാ? ഈ ഭാഗമാണ് നമ്മുടെ സിമെന്റം എന്ന് പറയും. കാൽഷ്യം കണ്ടെയ്നിങ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. നമ്മുടെ മോണയിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്നതാണ് എന്ത്? നമ്മുടെ സിമെന്റം എന്ന് പറയുന്നത്. അടുത്തത്, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സബ് ടോപ്പിക്സ് ഫോർ എ സെമിനാർ ബേസ്ഡ് ഓൺ ദ ടോപ്പിക് പ്ലാന്റ്സ് ദ പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ. സസ്യങ്ങൾ ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ എന്ന വിഷയത്തെ ആധാരമാക്കി നടക്കുന്ന സെമിനാറിൽ ഉൾപ്പെടുത്ത ഉപവിഷയങ്ങൾ തന്നിട്ടുണ്ട്. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യും? ഈ പോയിന്റ്സ് ഉൾപ്പെടുത്തിയിട്ട് ഒരു നോട്ട് എഴുതാനാണ് പറഞ്ഞത്. അപ്പം ഇക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം റബ്ബർ, ലാറ്റക്സ് വരുന്നുണ്ട്, സ്പൈസ് വരുന്നുണ്ട്, നമുക്ക് കാൽഷ്യം കോഫി, ടീ ഒക്കെ, മെഡിസിൻ, ഔഷധം തരുന്നുണ്ട്, ജൈവ കീടനാശിനി, ബയോപെസ്റ്റിസൈഡ്. ഞാൻ ആ പറഞ്ഞ ചിത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇക്കോളജിക്കൽ സർവീസസ്, മാംഗ്രൂവ്സ്, കണ്ടൽ കാടുകൾ നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. ഫിഷിന്റെ വലിയൊരു വെൽത്ത്, മത്സ്യസമ്പത്തിന് ഉറവിടമാണ്. ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കുന്നു, സുനാമി തടയുന്നു. പിന്നെയോ ഫ്ലൈറ്റോ പ്ലാങ്ക്ടൺ, ആൽഗകൾ. നമ്മുടെ ഓഷ്യൻസ് എന്ന് പറയുന്നത് ഫൈറ്റോ പ്ലാങ്ക്ടൺ ആൽഗയാണ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസേഴ്സ് ഉള്ളത്, ഉൽപാദകരുള്ളത്. അതും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ പോയിന്റ്സ് മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. കാരണം എന്തായാലും ഒരു ചോദ്യം ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ്, ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ആയിട്ട് ചോദിക്കാം കേട്ടോ. ഈ പോയിന്റ്സിൽ, ഈ ഒരു പേജിൽ എല്ലാ പോയിന്റ്സും ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പഠിക്കണം. ആൻഡ് ഇതിന്റെ നോട്ടുകൾ നിങ്ങൾക്ക് ലൈവിന്റെ മാരത്തോൺ നോട്ടുകളൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കിട്ടുന്നതാണ്. അപ്പോൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അടുത്ത നോക്കിയാൽ ടാബുലേറ്റ് ദോസ് ഗിവൺ ഇൻ ദ ബോക്സ് അപ്രോപ്രിയേറ്റ്ലി. ആഹാ, ലൈറ്റ് ഫേസ്, ഡാർക്ക് ഫേസ് എന്തായാലും ചോദ്യം വരും. നോക്കിക്കോളാം, രണ്ടിനും കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യണം. സ്ട്രോമയിൽ നടക്കുന്നത് ഡാർക്ക് ഫേസ്, ഇരുണ്ട ഘട്ടം. ഓക്സിജൻ പുറത്തോട്ട് കഴിയുന്നത് ലൈറ്റ് ഫേസ്, പ്രകാശഘട്ടം. ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്യുന്നത്, ഗ്ലൂക്കോസ് ഉണ്ടാവുന്ന എവിടെയാ? ഇരുണ്ട ഘട്ടത്തിലാണ്. ഗ്രാനയിൽ നടക്കുന്നു, അത് ലൈറ്റ് ഫേസ് ആണ്. ATP പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഉണ്ടാകുന്നു എന്നാ പറഞ്ഞത്, അത് ലൈറ്റ് ഫേസ്.
ATP ഉണ്ടാകുന്ന ലൈറ്റ് ഫേസിലാണ്. ലൈറ്റ് ഇസ് നോട്ട് യൂസ്ഡ്, പ്രകാശമില്ല, അതുകൊണ്ടല്ലേ ഡാർക്ക് ഫേസ് എന്നുള്ള പേര് കൊടുക്കുന്നത്. സോ കറക്റ്റ് ആയിട്ട് ടാബുലേറ്റ് ചെയ്യുക. ഓരോ പോയിന്റും നിങ്ങൾ ആലോചിക്കണം. വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നത് എവിടെയാ? ലൈറ്റ് ഫേസ് ആണ്. ഓക്സിജൻ റിലീസ് ചെയ്യുന്നത് എവിടെയാ? ലൈറ്റ് ഫേസ് ആണ്. ഹൈഡ്രജനെയും ATPനെയും ഉപയോഗിക്കുന്നത് എവിടെയാ? അത് ഡാർക്ക് ഫേസ് ആണ്. അങ്ങനെ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണം. കമ്പാരിസൺ ഒക്കെ നിങ്ങൾ മാരത്തോണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി ബ്ലഡ് പ്രഷർ ടെസ്റ്റ് റിസൾട്ട് ഓഫ് ഇൻഡിവിജ്വൽ P and Q ആർ ഗിവൺ ഇൻ ദ ഗ്രാഫ്. ഒബ്സർവ് ഇറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ആണ്. PQ എന്നീ വ്യക്തികളുടെ രക്തസമ്മർദ്ദ പരിശോധനാ ഫലം ഗ്രാഫ് രൂപത്തിൽ നൽകിയിരിക്കുന്നു. നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇതുപോലെ ഗ്രാഫ് ഒക്കെ തന്നെ അത് അനലൈസ് ചെയ്ത് ചോദ്യം ചോദിക്കാം കേട്ടോ. സിസ്റ്റോളിക് പ്രഷറും ഡയസ്റ്റോളിക് പ്രഷറും തന്നിട്ടുള്ളത്. ഹൂ എമംഗ് ദം ഹാസ് എ നോർമൽ ബ്ലഡ് പ്രഷർ? സാധാരണ രക്തസമ്മർദ്ദം നിരക്ക് രേഖപ്പെടുത്തിയത് ആർക്കാണ്? ഗ്രാഫിൽ സൂചിപ്പിച്ചിരിക്കുന്ന 2 തരം രക്തസമ്മർദ്ദങ്ങളെ രക്തപ്രവാഹ ദിശയെ അടിസ്ഥാനമാക്കി സാധൂകരിക്കുക. കറക്റ്റ് ആയിട്ട് ഇതിനെ കമ്പയർ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതില് സാധാരണ രക്തസമ്മർദ്ദ നിരക്കുള്ളത് ആർക്കാ? Q ആണ്. കാരണം നോക്കിയ സിസ്റ്റോളിക് പ്രഷർ 120 ഡയസ്റ്റോളിക് പ്രഷർ 80 ആണ്. 220 നമുക്കറിയാം. ആൻഡ് നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 120/80 mmHg ആണ്. അത് നോർമൽ ചോദിക്കാറുണ്ട് 1 മാർക്കിന്, അത് പഠിച്ചു വെക്കുക. പ്രഷർ എക്സൈറ്റഡ് ഓൺ ദ വോൾ ഓഫ് ആർട്ടറി ഫ്ലോ ഔട്ട്സൈഡ് ദ ഹാർട്ട് ബൈ കോൺട്രാക്ഷൻ ഓഫ് വെൻട്രിക്കിൾ ഈസ് നോൺ ആസ് സിസ്റ്റോളിക് പ്രഷർ. എന്താണ് സിസ്റ്റോളിക് പ്രഷർ? അതായത് ആർട്ടറിയിലേക്ക് പ്രഷർ എക്സേർട്ട് ചെയ്യാണ്. എന്താ സംഭവിക്കുന്നത്? കോൺട്രാക്ഷൻ ഓഫ് വെൻട്രിക്കിൾ ആണ് സിസ്റ്റോളിക് പ്രഷർ. ആൻഡ് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുമ്പോഴോ ബ്ലഡ് എൻ്റർ ദ ഹാർട്ട് ഡയലേറ്റ് ഫുള്ളി, ലോ പ്രഷർ ഫെൽറ്റ് ഇൻ ദ ആർട്ടറി ഇൻ ദ ഫേസ്. ആർട്ടറിയിലേക്ക് പ്രഷർ വരുന്നതാണ് എന്ത്? ഡയസ്റ്റോളിക് പ്രഷർ. ഈ സിസ്റ്റോളിക്ക്, ഡയസ്റ്റോളിക്ക്, ജോയിന്റ് ഡയസ്റ്റോൾ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? നോട്ട് ചെയ്തിട്ട് പോവാം. പിന്നെ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ഇത് വില്ലസ് ആണ്. Which nutrients are absorbed in the part labeled as X ആണ് ചോദിച്ചിട്ടുള്ളത്. Explain how structure of villi help to make the process of absorption efficient. വില്ലസുകൾ എന്ന് പറയുമ്പോൾ നോക്കിക്കോണേ, ഈ X എന്ന് പറയുന്നത് നമ്മുടെ ലാക്ടിയൽ ആണ്. X എന്ന് പറയുന്നത് എന്താണ്? ലാക്ടിയൽ ആണ് കേട്ടോ. ലാക്ടിയൽ ആണ് X എന്ന് പറയുന്നത്. ആഗിരണ പ്രക്രിയ കാര്യക്ഷമമാക്കാൻ വില്ലസിന്റെ ഘടന എപ്രകാരം സഹായിക്കുന്നു? നമ്മൾ പഠിക്കുന്നല്ലേ. വില്ലസ് എന്ന് പറയുന്നത് ഫിംഗറിലേക്ക് പ്രൊജക്ഷൻ ആണ്. ഫിംഗറിലേക്ക് പ്രൊജക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ സർഫസ് ഏരിയ കൂട്ടും. ആ സർഫസ് ഏരിയ കൂട്ടും, ഇൻക്രീസ് സർഫസ് ഏരിയ ആൻഡ് ഒരു ഒറ്റ നിര കോശങ്ങളുള്ള എപ്പിത്തീലിയൽ സെല്ല. ബട്ട് വളരെ പെട്ടെന്ന് ഡിഫ്യൂഷൻ നടക്കും. ഈച്ച് വില്ലസ് കണ്ടെയ്ൻ കാപ്പിലറീസ് ആൻഡ് ലാക്ടിയൽ. വില്ലസില് കാപ്പിലറി ഉണ്ട്, ലാക്ടിയൽ ഉണ്ട്. വില്ലസിലെ കാപ്പിലറി രക്തലോമികയാണ് ഗ്ലൂക്കോസും അതുപോലെ തന്നെ അമിനോ ആസിഡും കൊണ്ടുപോകുന്നത്. അതേസമയം ലാക്ടിയൽ എന്താ കൊണ്ടുപോകുന്നത്? ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാണ്. ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാണ് നമ്മുടെ സിമ്പിൾ കമ്പോണന്റ് ഈ പറയുന്ന ലാക്ടിയൽ വഴി കൊണ്ടുപോകുന്നത്. അത് നേരെ എങ്ങോട്ടേക്ക് പോകും? ലിവറിലേക്ക് പോകും. അതാണ് നമ്മൾ പറഞ്ഞ പോർട്ടൽ വെയിനിലൂടെ പോകുന്നത്. 18ാമത്തെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഇവിടെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. കംപ്ലീറ്റ് ഇല്ലസ്ട്രേഷൻ ഷോയിങ് ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസസ് ഫ്രം എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ടു സൈറ്റോപ്ലാസം. കണ്ടാ? ആനിമൽസിന്റെയും പ്ലാന്റ്സിന്റെയും എക്സ്റ്റേണൽ ഇന്റേണൽ എൻവയോൺമെന്റ് പഠിക്കണം എന്ന് മിസ് പറയുന്നത് ഇതുകൊണ്ടാണ്. 4 മാർക്കിന്റെ ചോദ്യ. യൂണിസെല്ലുലാർ ഓർഗാനിസം നമുക്കറിയാം. എക്സ്റ്റേണൽ എൻവയോൺമെന്റ് നിന്ന് സെൽ മെംബ്രെയിൻ വഴി ഡയറക്റ്റ് ആയിട്ട് കോശസ്തരത്തിലൂടെ സാധനങ്ങൾ ഉള്ളിലേക്ക് എത്തും. ജന്തുക്കളിലോ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് അല്ലേ? യെസ്. സബ്സ്റ്റൻസ് റിസീവ് ഫ്രം എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അണ്ടർഗോ സർട്ടൈൻ ചേഞ്ചസ്. കുറെ ചേഞ്ചസുകൾ വരും. ആ പദാർത്ഥങ്ങൾ കോശങ്ങളുടെ ദ്രവത്തിലേക്ക് എത്തുന്നു, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലേക്ക് എത്തുന്നു, എന്നിട്ട് സൈറ്റോപ്ലാസത്തിലേക്ക് എത്തും സെൽ മെംബ്രെയിനിലൂടെ. അപ്പം ആനിമൽസിന്റെ കേസിൽ നമ്മുടെ ബോഡിയിൽ കുറെ ചേഞ്ചസ് ഒക്കെ വന്നിട്ടാണ് എത്തുക. എന്നിട്ട് അത് നമ്മുടെ സെല്ലുലാർ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് കോശങ്ങൾക്കിടയിലുള്ള ദ്രവത്തിലെത്തും. എന്നിട്ട് സെൽ മെംബ്രെയിൻ വഴിയാണ് സൈറ്റോപ്ലാസത്തിലേക്ക് എത്തുക കേട്ടോ, കോശദ്രവ്യത്തിലേക്ക് എത്തുക. ആൻഡ് സി ക്വസ്റ്റ്യൻ നോക്കിക്കേ, അല്ല ബി എന്ന് പറയുന്നത് നോക്കിക്കേ. ഇവിടെ എന്താ? ജന്തുക്കളിലെ അടുത്ത 2 പോയിന്റ് കിട്ടി. സി സെൽ വോള്. പ്ലാന്റ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം സെൽ വോളും എക്സ്ട്രാ സെല്ലുലാർ സ്പേസും ഉണ്ട്. അത് കൂടാതെയോ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ, തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്ലാസ്മോഡെസ്മാറ്റയിലൂടെയും ഇവർ ട്രാൻസ്പോർട്ട് ചെയ്യും. അപ്പൊ പ്ലാന്റ്, ആനിമൽസ്, യൂണിസെല്ലുലാർ ഓർഗാനിസം ഇവരിലുള്ള ട്രാൻസ്പോർട്ട് നിർബന്ധമായിട്ട് പഠിക്കണം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ഓഫ് ഹാർട്ട്. ഹാർട്ടിന്റെ ഡയഗ്രാം പഠിക്കണം. പ്രൊട്ടക്റ്റീവ് മെക്കാനിസം. ഡബിൾ ലെയർഡ് മെംബ്രെയിൻ കവർ ദ ഹാർട്ട്. ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആരാ? പെരികാർഡിയം. ആൻഡ് അതിന്റെ ഇടയിൽ കാണുന്ന ഫ്ലൂയിഡ് എന്താ? പെരികാർഡിയൽ ഫ്ലൂയിഡ്, പെരികാർഡിയൽ ദ്രവം എന്ന് പറയും. അതിന്റെ ഫംഗ്ഷൻ എന്താ? എക്സ്റ്റേണൽ ഷോക്കിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുക അല്ലെ. നമ്മുടെ ഹാർട്ടിനെ സംരക്ഷിക്കുന്നുണ്ട്. അതുകൂടാതെ മെംബ്രെയിൻ്റെ ഇടയിലുള്ള ഫ്രിക്ഷൻ, ഘർഷണം കുറയ്ക്കുന്നുണ്ട്. പെട്ടെന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഒക്കെ വന്നാൽ ആ ഒരു എക്സ്റ്റേണൽ ഷോക്കിൽ നിന്നും ഹാർട്ടിനെ സംരക്ഷിക്കുന്നത് ആരാ?
പെരികാർഡിയൽ ദ്രവമാണ്. സി എന്ന് പറയുന്നതോ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് മെംബ്രെയിൻ ദാറ്റ് പ്രൊട്ടക്ട് ഹാർട്ട് റൈറ്റ് നോട്ട് ഇൻ റെസ്പോൺസ് ടു സ്റ്റേറ്റ്മെന്റ്. സ്തരാവരണം മാത്രമല്ല ഹൃദയത്തെ സംരക്ഷണം ഒരുക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ് സംരക്ഷണം ഒരുക്കുന്നത്? പെരികാർഡിയം മാത്രമല്ല റിബ് കേജ്, നമ്മുടെ വാരിയെല്ലുകള്, നമ്മുടെ സ്റ്റേർണം അല്ലെ, മാറല്, നമ്മുടെ വെർട്ടിബ്രൽ കോളം, നമ്മുടെ നട്ടെല്ല്, ഈ പറയുന്ന ബോണി ലെയർ എല്ലാം ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളത്. അപ്പൊ അതുകൂടെ എഴുതിയാലേ 4 മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. സോ ഇതുപോലെയാണ് ചോദ്യങ്ങൾ വരുന്നത്. നോട്ട് ചെയ്ത് പഠിച്ചോളൂ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള A+ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ഒരു ക്വസ്റ്റ്യൻ മിസ് തന്നിട്ടുണ്ടല്ലോ, അതിന്റെ ആൻസർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. സ്ലൈഡ് നോട്ടൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ചാനലിലേക്കൊക്കെ വരിക. സോ ഓൾ ദി വെരി ബെസ്റ്റ് മക്കളെ. ലവ് യു ഓൾ. ബൈ ബൈ.